നമസ്കാരം. തകിടിയിൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സർവ്വലോകങ്ങളുടെയും സംരക്ഷകരായ ത്രിമൂർത്തികളിൽ പ്രധാനിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമായ ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സർവ്വലോകങ്ങളിലും അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ നിലനിർത്താൻ മഹാവിഷ്ണു അവതാരമെടുക്കുന്നു. ആ മഹാവിഷ്ണുവിൻ്റെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ദേശം കുന്നുംപുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി കൂടിയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സന്താനലബ്ധിക്കായി ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് എന്നും പറയപ്പെടുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം. ഉദയംചേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് പണ്ടുകാലത്ത് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പ്രശ്നവശാലാണ് ഇത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമല്ല എന്നും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് എന്നും അറിയുന്നത്. അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരുമാറ്റി ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാക്കി മാറ്റിയത്. മകരം 1 മുതൽ 8 വരെയാണ് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം. മണ്ഡല മകരവിളക്ക് കാലത്തെ ചിറപ്പും എല്ലാ തിരുവോണ നാളിലെ തിരുവോണ ഊട്ടും ശ്രീകൃഷ്ണ ജയന്തിയും ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി നാലമ്പലത്തിനകത്ത് ഗണപതിയും 4 അമ്പലത്തിന് പുറത്ത് ശാസ്താവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി സമാജത്തിൻ്റെ പ്രസിഡന്റ് വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിയും മേൽശാന്തി പറമ്പുമന മനോജ് നമ്പൂതിരിയും ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നിലകൊള്ളുന്നു. ചിങ്ങമാസത്തിൽ ഈ ക്ഷേത്രത്തിൽ കൃഷ്ണശില പാകിത്തുടങ്ങുകയും ചെയ്യും. പള്ളിപ്പാട്ട് കാവിലെ കളമെഴുത്തും പാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള നാളികേരം ഉടയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശാസ്താവിൻ്റെ നടയിലാണ്. അനന്തപുരം ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇന്ന് എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഐതിഹ്യം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. പിൽക്കാലത്ത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പാടശേഖരമായ കടുവേലി, ആ പാടശേഖരത്താണ് 2 അതിരാത്രങ്ങൾ നടന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന ഗ്രാമം രായിമ്മൽ ദേശം എന്നറിയപ്പെടുന്നു. അതിൻ്റെ അധിപനാണ് ശ്രീ സാക്ഷാൽ വൈകുണ്ഠനാഥനായ അനന്തപുരത്തൻ. ഈ നാശോന്മുഖമായി ജീർണിച്ച് കിടന്നിരുന്ന ക്ഷേത്രം 1980കളിൽ നാട്ടുകാർ ചേർന്ന് ക്ഷേത്രം ഉദയഞ്ചേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഉദയഞ്ചേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്നാണ്. പിൽക്കാലത്ത് അഷ്ടമംഗല്യ പ്രശ്നത്തോടനുബന്ധിച്ച് ഇത് ചതുർബാഹുവായ മഹാവിഷ്ണുവാണെന്ന് അറിയപ്പെടുകയും സന്താന ഗോപാലമൂർത്തി ഭാവത്തിലുള്ള ദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിയുകയും ചെയ്തു. പിന്നെ 1980കളിൽ ഈ ക്ഷേത്രം ഇടിഞ്ഞൊളിഞ്ഞ് കിടന്നിരുന്ന ക്ഷേത്രം പുനരുദ്ധാരണത്തിനായിട്ട് ആ കമ്മിറ്റി ശ്രമിക്കുകയും
അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ദേവനെ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും തുടർന്ന് 1990കളിൽ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ രൂപാന്തരപ്പെടുകയും ക്ഷേത്ര ശ്രീകോവിൽ പുതുക്കിപ്പണിയുകയും ധ്വജപ്രതിഷ്ഠ നടത്തി കൊടിയേറ്റുത്സവം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഈ ദേശം എന്ന് പറയുന്ന ഗ്രാമം ഏകദേശം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പണ്ട് 32 ഇല്ലക്കാർക്ക് ദാനം ചെയ്ത ഭൂമിയാണ്. അങ്ങനെ അതിൽ ഒരു വകഭേദമായ ചെറുമുക്കുമ്മനാണ്. അതിൻ്റെ കീഴിലായിരുന്നു അധിപനായിരുന്നു, ആ നമ്പൂരി ഫാമിലിയുടെ അധിപനായിരുന്നു ഈ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഒറിജിൻ പട്ടാമ്പിയിലാണ്. ആ പട്ടാമ്പിയിലുള്ള ആ നമ്പൂരി ഫാമിലിയിൽ നിന്നാണ് ഇന്നത്തെ കമ്മിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ ആക്കിയത്. പിന്നീട് ക്ഷേത്രം 32 ഇല്ലക്കാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ അതിൻ്റെ അധിപനായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ധാരാളം ഭൂസ്വത്തുകൾ ഇന്നും ഗവൺമെൻറ് രേഖകളിലുണ്ട്. ഇതിൻ്റെ അറിയപ്പെടുന്ന ഭൂരിഭാഗം ഭാഗങ്ങളും പുളിയന്നൂർ, കൈൻറ്റിക്കര, അതുപോലെ തന്നെ കടിങ്ങല്ലൂർ, ആലങ്ങാട്, ചെങ്ങമനാട് ഈ പ്രദേശങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമികൾ ഇന്നും നിലവിലുള്ളത്. തീർച്ചയായിട്ടും അതെല്ലാം ഭൂമികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ദേശത്തെ സജ്ജനങ്ങളും പുറത്തുനിന്നുള്ള ഭക്തജനങ്ങളുടെയും സബലീകരണം കൊണ്ട് ഈ ക്ഷേത്രം വാസ്തവത്തിലൊരു നല്ല രീതിയിൽ ഇന്ന് നടന്നു പോരുന്നു. ഈ ക്ഷേത്രത്തിൽ നമുക്കറിയാം സന്താന ഗോപാലമൂർത്തി ഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ആ പ്രധാനപ്പെട്ട വഴിപാടുകൾ ലക്ഷ്മീനാരായണ പൂജ, അതുപോലെ തന്നെ ധന്വന്തര മന്ത്രാർച്ചന, സഹസ്രനാമാർച്ചന മുതലായവയാണ് നടത്തുന്നത്. എല്ലാ തിരുവോണ നാളിലും തിരുവോണൂട്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി, കൂടാതെ കൊടിയേറ്റുത്സവം. എല്ലാ വർഷവും മകരം 1 മുതൽ 8 വരെയാണ് കൊടിയേറ്റുത്സവം നടക്കുക. അതിൽ പ്രഗത്ഭരായിട്ടുള്ള മേളക്കാരും വാദ്യക്കാരും അതുപോലെ തന്നെ പ്രഗത്ഭ ആനകളും പങ്കെടുക്കുന്ന വലിയ വിളക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാനാഭാഗത്തു നിന്നും കൂടുതൽ ഇതിനോട് കമ്പമുള്ള ആളുകൾ സംഗമിക്കുന്ന ഒരു വേദിയാണ് ഈ ഉത്സവം. കൂടാതെ നമുക്കറിയാം ക്ഷേത്രത്തിന് 2 ഉപദേവതകളുണ്ട്. കന്നിമൂലയിൽ മഹാഗണപതിയും, അതുപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്ത് വലത്ത് ഭാഗത്തായിട്ട് ശ്രീ അയ്യപ്പസ്വാമിയുടെയും പ്രതിഷ്ഠ കാണാം. കൂടാതെ ഇടത്ത് ഭാഗത്ത് നാഗേക്ഷിയുടെ സർപ്പക്കാവും ഉണ്ട്. ഈ ക്ഷേത്രത്തിലെ പാണികെട്ടും ശങ്കുലികളും മുഴങ്ങിയതിനു ശേഷമാണ് ദേശം ഗ്രാമം ഇന്ന് രീതിയിലുള്ള അഭിവൃദ്ധിയോടുകൂടി ദേശം ഗ്രാമമായി വളർന്നത്. അതിൻ്റെ അധിപനാണ് വാസ്തവത്തിൽ സാക്ഷാൽ പാലാഴിനാഥനുള്ള വൈകുണ്ഠനാഥനായ അനന്തപുരത്ത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിൽ ചെങ്ങമനാട് പഞ്ചായത്തിൽ NH-67 ചേർന്ന് ദേശം കുന്നമ്പുറത്ത് 67 വലതുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യും. എല്ലാ സജ്ജനങ്ങളെയും ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്കും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായ സന്താന ഗോപാലമൂർത്തിയെ വന്ദിക്കുവാനും എല്ലാ നാട്ടുകാരോടും ഭക്തജനങ്ങളോടും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ ആലുവ ദേശം കുന്നുംപുറം ജംഗ്ഷനോട് ചേർന്നാണ് ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.